ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പിടിവള്ളിയാകുമോ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ? സ്വപ്നം കണ്ട വളർച്ചയിലേക്ക് നയിക്കാൻ പുതിയ മാറ്റങ്ങൾക്ക് സാധിക്കുമോ? ഡോളർ കരുത്താർജിക്കുമ്പോൾ സ്വർണ്ണവിലയും വില്ലനാകുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. കേന്ദ്ര ബഡ്ജറ്റ് ഊന്നൽ നൽകിയത് ഇക്കാര്യങ്ങളിലാണ്. ഇടത്തരക്കാരുടെ ചെലവിടൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളിലൂടെ വളർച്ചാ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യം. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ബജറ്റിന് ശേഷം എത്രമാത്രം വളർച്ച കൈവരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിലെ മാന്ദ്യം മറികടക്കാൻ വളർച്ചയെ പിന്തുണയ്ക്കുകയും സാമ്പത്തിക മാക്രോ ഇക്കണോമിക് സ്ഥിരതയെ സഹായിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള സാമ്പത്തിക നിലപാടാണ് ആവശ്യം. വളർച്ച കുറയുകയും സേവിങ്സ് നിരക്ക് കുറയുകയും കോർപ്പറേറ്റ് വരുമാനം കുറഞ്ഞ് ഗാർഹിക കടം വർദ്ധിക്കുന്ന പരിസ്ഥിതിയിലാണ് യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ധനവികസനത്തിനും ഏകീകരണത്തിനുമിടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ ശ്രമിക്കുന്ന ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ധനകമ്മി GDPയുടെ 4.4% പ്രതീക്ഷിക്കുന്നത്. ഗാർഹിക സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുകയും അമിതമായ ധനകാര്യവൽക്കരണം കുറയ്ക്കുകയും കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ സമ്പാദ്യാവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു നയപരമായ പരിഗണന കൂടുതൽ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കും. ഇത് നിലവിലെ അനിശ്ചിതത്വ പരിസ്ഥിതിയിൽ ആഗോള ആഘാതങ്ങളെ മികച്ച രീതിയിൽ മറികടക്കാനും സഹായിക്കും. വരുമാനം ഉയർത്തുന്നതിനായി പ്രത്യക്ഷ നികുതികളും ചില കസ്റ്റംസ് തീരുവകളും ഉയർത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായിരുന്നു. ആദായ നികുതി സ്ലാബുകൾ ഗണ്യമായി പരിഷ്കരിച്ചു. ഇത് ഇടത്തരക്കാർക്ക് നികുതി ഇളവ് നൽകും. നികുതി ഘടനയുടെ ലഘൂകരണത്തിലൂടെ അനായാസം നികുതി അളവുകൾ പാലിക്കുന്നത് ലക്ഷ്യമാക്കുകയും അടിസ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. മുന്നോട്ട് തന്നെയാണ് സ്വർണത്തിന്റെ പോക്ക്. ആഗോള വിപണി കടുത്ത ആശങ്കയിലാണെന്നാണ് സ്വർണ്ണവിലയിലെ കുതിപ്പ് സൂചിപ്പിക്കുന്നത്. സംസ്ഥാന GSTയും ഹോൾമാർക്ക് ഫീസും പണിക്കൂലിയും എല്ലാം ചേർത്ത് ഇപ്പോൾ 1 പവൻ സ്വർണം വാങ്ങാൻ 68,800 രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം. പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില. ഡോളറിന്റെ മൂല്യം ഉയരുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവും കൂടും. ഡോളർ ഒഴികെ മറ്റെല്ലാ കറൻസികളും നിലംപരിശാണെന്നത് മറ്റൊരു വസ്തുതയാണ്. സ്വർണം ട്രോയ് ഔൺസിന് $2,860 നിലവിലെ മൂല്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് സ്വർണ്ണവിലയെ ഉയർത്തിയത്. ചൈന US വ്യാപാര യുദ്ധവും വിലവർധനയ്ക്ക് കാരണമായി. ഇന്ത്യയുടെ റിസർവ് ബാങ്കും ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയും ഉൾപ്പെടെ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ ആശങ്ക വിട്ടുമാറിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കുമെന്ന് വ്യക്തമാണ്. അതിനാൽ ഈ വർഷവും സ്വർണ്ണവിലയ്ക്ക് നിർണായക വർഷമാണ്. കാർഷിക വിപണിയിൽ അടുത്ത വാരം ചൈനീസ് വ്യവസായികൾ രാജ്യാന്തര റബ്ബർ വിപണിയിൽ തിരിച്ചെത്തിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഷീറ്റിന്റെ ഡിമാൻഡ് ഉയർന്നില്ല. വിയറ്റ്നാമിൽ കുരുമുളക് വില കത്തിക്കയറുന്നു. ഇന്ത്യൻ കുരുമുളക് മാർക്കറ്റിൽ സാങ്കേതിക തിരുത്തൽ. നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചിട്ടും കൊപ്ര ലഭ്യത ഉയർന്നില്ല. ചൈനീസ് വ്യവസായികൾ രാജ്യാന്തര റബ്ബർ വിപണിയിൽ തിരിച്ചെത്തി. ചൈനീസ് ടയർ കമ്പനികളുടെ തിരിച്ചുവരവ് വൻ വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന് ഏഷ്യൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ തിരക്കിട്ടുള്ള വാങ്ങലുകൾക്ക് താൽപര്യം കാണിക്കാതെ ബീജിംഗിൽ നിന്നുള്ള വാങ്ങലുകാർ വിപണിയുടെ ചലനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാനാണ് കൂടുതൽ ഉത്സാഹം കാണിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം റബ്ബർ സംഭരണ കാര്യത്തിലും തണുപ്പൻ മനോഭാവം നൽകി. ജപ്പാനീസ് റബ്ബർ അവധി വ്യാപാര കേന്ദ്രമായ ഒസാക്കിൽ നിക്ഷേപകർ പൊസിഷനുകളിൽ വരുത്തിയ കുറവ് റബ്ബർ വിലയിലും പ്രതിഫലിച്ചു. വിദേശ വിപണികളിലെ തളർച്ച കണ്ട് ഇന്ത്യൻ വ്യവസായികൾ ആഭ്യന്തര വില ഇടിച്ചാണ് റബ്ബർ ശേഖരിച്ചത്. കിലോ 193 രൂപയിൽ നിന്നും 4ാം ഗ്രേഡ് 191 താഴ്ത്തി. ഇന്ത്യൻ കുരുമുളക് കുതിച്ചുചാട്ടങ്ങൾക്ക് ശേഷം അല്പം കിതച്ചു. അന്തർ സംസ്ഥാന വാങ്ങലുകാർ രംഗത്ത് താൽക്കാലികമായി അകന്നതാണ് വാരാവസാനം ഉൽപ്പന്ന വിലയെ ചെറിയ അളവിൽ ബാധിച്ചത്. കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് വരവ് കുറഞ്ഞ അളവിൽ മാത്രമായിരുന്നതിനാൽ വൈകാതെ കുരുമുളക് വില തിരിച്ചു വരവ് കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ.
സീസൺ കാലയളവായതിനാൽ വൻതോതിൽ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇടപാടുകാർ. ഫെബ്രുവരി ആദ്യവാരം പിന്നിടുമ്പോഴും കുരുമുളകിനുള്ള ക്ഷാമം തുടരുന്നത് ഉൽപാദനക്കുറവിനെയാണ് വ്യക്തമാക്കുന്നത്. മുഖ്യ വിപണികളിൽ 1 കിലോ കുരുമുളക് വില 1,57,000 വിയറ്റ്നാം ഡോങ്ങിലേക്ക് ഉയർത്തിയിട്ടും കയറ്റുമതിക്കാരുടെ ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താനാവാത്ത അവസ്ഥയാണ്. ഉൽപാദന മേഖലകളിൽ നേരിട്ടിറങ്ങി കുരുമുളക് സംഭരണത്തിന് കയറ്റുമതിക്കാർ ശ്രമം നടത്തിയെങ്കിലും കർഷകരുടെ കൈവശവും നീക്കിയിരിപ്പില്ലെന്നത് വിലക്കയറ്റ സാധ്യതകൾക്ക് ശക്തി പകരുന്നു. വിദേശ വ്യാപാരങ്ങൾ ഉറപ്പിച്ച എക്സ്പോർട്ടർമാർ ആശങ്കയിലാണ്. കൊച്ചി വിപണിയിലേക്കുള്ള കുരുമുളക് വരവ് കുറവാണെങ്കിലും തുടർച്ചയായ ദിവസങ്ങളിലെ വിലക്കയറ്റത്തിന് ശേഷം നിരക്കൽപ്പം കുറഞ്ഞ് വാരാന്ത്യം അൺഗാർബിൾഡ് 64,600 രൂപയിലാണ്. ചുക്കിന് നേരിട്ട വില തകർച്ച സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. പച്ച ഇഞ്ചി വിലയിടിവ് അവസരമാക്കി ഇഞ്ചി സംസ്കരണത്തിനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം. ഇഞ്ചി വില കുറഞ്ഞതിനാൽ നടപ്പുവർഷം ചുക്ക് ഉൽപാദനം വർദ്ധിക്കാം. കൊച്ചി വിപണിയിൽ ചുക്ക് സ്റ്റോക്ക് നാമമാത്രമെങ്കിലും ഉൽപാദന കേന്ദ്രങ്ങളിൽ നീക്കിയിരിപ്പുണ്ടെന്നാണ് സൂചന. കരുതൽ ശേഖരം വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ ചുക്കിന് കുത്തുവീഴാനുള്ള സാധ്യത വിലയെ ബാധിക്കും. പിന്നിട്ട വാരം ഇഞ്ചി ഉൽപാദനം ഉയർന്നതിന്റെ ചൂട് പിടിച്ച് ചുക്ക് വില ക്വിന്റലിന് 10,000 രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു. വിവിധ ഇനം ചുക്ക് ക്വിന്റലിന് 22,500 രൂപ മുതൽ 25,000 രൂപയായി താഴ്ന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നോയമ്പ് കാല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചുക്ക് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പ് ഊർജിതമായെങ്കിലും നിലവിലെ ഡിമാൻഡുമായി താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയ്ക്കിറങ്ങുന്ന നാളികേരം നാമമാത്രമാണ്. ഗ്രാമീണ മേഖലകളിലെ വിപണികളിൽ പച്ചത്തേങ്ങ വരവ് ചുരുങ്ങിയ അളവിൽ മാത്രമാണ്. മാസാരംഭ ഡിമാൻഡിൽ വെളിച്ചെണ്ണ വിൽപ്പന ഉയർന്നു നിന്നെങ്കിലും വൻ വിലയ്ക്ക് പച്ചത്തേങ്ങ ശേഖരിക്കാൻ മില്ലുകാർ താൽപര്യം കാണിച്ചില്ല. കൊച്ചിയിൽ കൊപ്ര 15,100-ലും വെളിച്ചെണ്ണ 22,500 രൂപയിലും വിപണനം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിൽ എത്തുന്ന പുത്തൻ താരങ്ങൾ. ഇന്ത്യൻ വിപണിയിലേക്ക് പുതിയ മോഡലുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെനോ. 2027ഓടെ 2 SUV-യും 1 MPV-യും അടക്കം 3 പുത്തൻ മോഡലുകൾ ആരാധകരിലേക്ക് എത്തും. കിഗർ സബ് കോമ്പാക്ട് SUV, ട്രൈബർ കോമ്പാക്ട് MPV എന്നിവയ്ക്ക് അപ്ഡേഷൻ കൊടുക്കുകയാണ് റെനോ ഇന്ത്യ. 3ാം തലമുറ ഡസ്റ്ററും അടുത്ത വർഷം വിപണിയിലെത്തും. 2027 ഇന്ത്യൻ വിപണിയിൽ തരംഗം സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് റെനോ. എക്സ്റ്റീരിയറിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്ഡേറ്റ് ചെയ്ത കിഗറിനൊപ്പം പുതിയ ലോഗോയും അവതരിപ്പിച്ചേക്കാം. സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ, പുതിയ ക്യാബിൻ തീം, പുതുക്കിയ ഡാഷ്ബോർഡ് ഡിസൈൻ, നിരവധി സവിശേഷതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്റീരിയർ കൂടുതൽ നിലവാരത്തിലുള്ളതായിരിക്കും. എഞ്ചിൻ അതേപടി നിലനിർത്തിക്കൊണ്ട് അകത്തും പുറത്തും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാകും ട്രൈബർ ഫേസ് ലിഫ്റ്റിലൂടെ റെനോ. അപ്ഡേറ്റ് ചെയ്ത ട്രൈബറിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കും. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയുള്ള 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിങ്ങനെ സവിശേഷതകൾ ഏറെയാണ് ഈ കോമ്പാക്ട് MPV-യിൽ. 2026 ഷോറൂമുകളിലെത്തുന്ന പുതുതലമുറ ഡസ്റ്ററിൽ റെനോ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട്. പുതിയ റെനോ ഡസ്റ്ററിന്റെ രൂപകൽപ്പനയും സ്റ്റൈലിംഗും ഡാസിയ ബിഗ്സ്റ്റർ SUV-യിൽ നിന്ന് വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അടക്കം നിരവധി സവിശേഷതകളാണ് പുതിയ ഡസ്റ്ററിൽ ഉണ്ടാകുക. റിയൽമി നിയോ 7 വരുന്നു. പക്ഷേ ഇന്ത്യയിലേക്കല്ല, ആദ്യം എത്തുന്നത് ചൈനീസ് വിപണിയിലേക്ക്. പോക്കറ്റ് കാലിയാകാതെ മികച്ചൊരു സ്മാർട്ട് ഫോൺ ഉറപ്പു നൽകുകയാണ് റിയൽമി. റിയൽമി നിയോ 7 SE ഉടൻ തന്നെ ചൈനീസ് വിപണിയിലെത്തും. 2024 ഡിസംബറിൽ ചൈനയിൽ അവതരിപ്പിച്ച റിയൽമി നിയോ 7ന്റെ ഭാഗമായിരിക്കും ഈ ഫോണും. കഴിഞ്ഞ ഏപ്രിലിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി GT Neo 6 XEയെ അപേക്ഷിച്ച് നിരവധി അപ്ഗ്രേഡുകളോടെയായിരിക്കും റിയൽമി നിയോ 7 SE വിപണിയിലെത്തുക. അത്യുഗ്രൻ ക്യാമറയാകും ഫോണിനുണ്ടാവുക. 8GB, 12GB, 16GB, 24GB എന്നീ റാം ഓപ്ഷനുകളിൽ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. ഹാൻഡ്സെറ്റിന് 8.86 mm കനവും 212.1 ഗ്രാം ഭാരവുമുണ്ടെന്നാണ് ലഭ്യമായ വിവരങ്ങൾ. വിനോദവാരം. ഷാരൂഖ് ഖാൻ ആരാധകരെ സന്തോഷിപ്പിക്കാൻ കൈ നിറയെ ചിത്രങ്ങൾ. ബോക്സ് ഓഫീസ് കീഴടക്കുമോ ഷാരൂഖ് ചിത്രങ്ങൾ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. ആര്യൻ ഖാന്റെ നെറ്റ്ഫ്ലിക്സ് സീരീസ് സ്റ്റാർഡം, സുഹാന ഖാനൊപ്പമുള്ള ആക്ഷൻ ത്രില്ലർ കിങ്, സൽമാൻ ഖാനുമായി വീണ്ടും ഒന്നിക്കുന്ന ടൈഗർ വേഴ്സസ് പത്താൻ എന്നിവയുൾപ്പെടെ ഈ വർഷം ബോക്സ് ഓഫീസ് കീഴടക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഷാരൂഖ് ഖാൻ.
ആര്യൻ ഖാൻ സംവിധാനം ചെയ്യുന്ന 6 എപ്പിസോഡുകളുള്ള നെറ്റ്ഫ്ലിക്സ് പരമ്പരയിൽ നായകനായി ഷാരൂഖ് ഖാൻ എത്തുന്നു. നിരവധി പ്രമുഖ താരങ്ങളെ പ്രദർശിപ്പിച്ച ബോളിവുഡിന്റെ സാങ്കല്പിക വിവരണം ഈ പരമ്പര നൽകും. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഗൗരി ഖാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ കിങ്ങിൽ ഷാരൂഖ് ഖാനും മകൾ സുഹാന ഖാനും അഭിനയിക്കും. 2026 മധ്യത്തോടെ ചിത്രം തിയേറ്ററുകളിലെത്തും. അഭിഷേക് ബച്ചൻ, അഭയ് വർമ്മ എന്നിവരും കിങ്ങിൽ അഭിനയിക്കുന്നു. ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയായിരിക്കും ചിത്രമെന്നാണ് പ്രതീക്ഷ. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ടൈഗർ വേഴ്സസ് പത്താൻ ആക്ഷൻ ത്രില്ലറാണ്. ഷാരൂഖ് ഖാൻ വീണ്ടും സൽമാൻ ഖാനുമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ഷാരൂഖ് പത്താനും സൽമാൻ കടുവയും അവതരിപ്പിക്കുന്ന ചിത്രം 2026 നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഫറാഖ് ഖാൻ ആദ്യമായി സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ മേഹൂനയുടെ 2ാം ഭാഗവും വരുന്നു. ഇതിൽ ഷാരൂഖ് ഖാനും ഫറാഖ് ഖാനും വീണ്ടും ഒന്നിക്കുമെന്ന വാർത്തകളാണ് ബോളിവുഡിൽ നിന്ന് കേൾക്കുന്നത്. ഈ സിനിമ ഒരു ക്ലാസിക്കായി മാറുകയും വിജയകരമായ ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ ഫറാഖ് ഖാന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഷാരൂഖിന്റെയും ഗൗരി ഖാന്റെയും പ്രൊഡക്ഷൻ ബാനറായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. തലസ്ഥാന നഗരം വീണ്ടും കലയുടെ ആനന്ദത്തിൽ തിളങ്ങാൻ വേദിയൊരുക്കി നിശാഗന്ധി ഉത്സവം. ഈ മാസം 14 മുതൽ 20 വരെ കനകക്കുന്ന് കൊട്ടാരത്തിൽ. അന്താരാഷ്ട്ര കാർഷിക പ്രദർശനം IPAAF എക്സ്പോ 2025 മെയ് 9 മുതൽ 11 വരെ അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.